സാഹചര്യങ്ങൾ പലതും ആ അമ്മയുടെ കരുണ എടുത്തു മാറ്റി ലോകത്തിലേക്ക് അമ്മയെ വലിച്ചിഴച്ചു കൊണ്ട് പോകും. അങ്ങനെ സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹവും ആത്മാർത്ഥയും ബന്ധവും അമ്മ മറന്നു പോകും. എന്നാൽ കർത്താവ് പറയുകയാണ്, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നലെ വരെ നിൻ്റെ ജീവിതത്തിൽ നീ തനിച്ചായിരുന്നു. ഇന്നലെ വരെ നീ നോക്കിക്കണ്ടവരാരും നിൻ്റെ കൂടെ വരുന്നില്ല എന്ന് കണ്ട് ജീവിതത്തിൽ കരഞ്ഞു വിലപിച്ച് ആത്മഹത്യ ചെയ്യുവാൻ നീ ഒരുങ്ങി. നീ സ്നേഹിച്ച നിൻ്റെ മക്കൾ, നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ നിൻ്റെ കൂട്ടാളി, സ്വത്രം നിൻ്റെ കൂടപ്പുറപ്പുകൾ, നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞവർ എല്ലാം നിൻ്റെ ഇല്ലായ്മ വന്നപ്പോൾ, നിനക്കൊരു രോഗം ബാധിച്ചപ്പോൾ, നിനക്കൊരു കഷ്ടത നേരിട്ടപ്പോൾ ഇട്ടേച്ചു പോയിട്ടും എൻ്റെ യേശു കർത്താവ് നിൻ്റെ ചാരത്ത് വന്ന് നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ ഭൂമിയുടെ മുൾപ്പരപ്പിൽ ജീവനോടാക്കി വെച്ചത് എന്തിനെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും, ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന്. സ്വത്രം ബുദ്ധിമാന്മാരെ തല കുനിപ്പിക്കേണ്ടതിന്. സ്വത്രം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, വിശ്വസിച്ചാൽ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കണമെന്ന് സ്വർഗം നിന്നെ കരം പിടിച്ച് ഉയർത്തിയെങ്കിൽ കുഞ്ഞാ, ഉയർത്തിയ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നീ നിന്നെ അങ്ങ് താഴ്ത്തിക്കൊടുത്താൽ മാത്രം മതി. പ്രസംഗിക്കാൻ ഒരുപാട് പേർക്ക് കഴിയും, പക്ഷെ പ്രവൃത്തിയിൽ അത് നിവർത്തിക്കാനാ പലർക്കും കഴിയാതെ പോകുന്നത്. ന്യായപ്രമാണം പഠിച്ച ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും പ്രമാണിമാരും ന്യായാധിപനെ ന്യായം വിധിക്കാൻ വരുമ്പോൾ സ്വർഗം പറഞ്ഞ കാര്യം വ്യക്തമായി ഓർക്കണം. സ്വത്രം ഈ സ്ത്രീ പാപം ചെയ്തു, ശരിയാ, പക്ഷേ ഇവൾ പാപം ചെയ്യാൻ കാരണക്കാരൻ നീ ഒരുത്തനും കൂടിയാണെന്ന് സ്വർഗം പറഞ്ഞ വാക്കിൻ്റെ പൂർണ്ണത അവരിൽ വെളിപ്പെട്ടപ്പോൾ അവർ കൊണ്ടുവന്ന കല്ലവിടെ ഇട്ടേച്ച് അവർ പിൻവാങ്ങി. സ്വത്രം ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, നിന്നെയും എറിയേണ്ടതിന്, നിൻ്റെ തലമുറയും എറിയേണ്ടതിന്, നിൻ്റെ കൂട്ടാളിയെ എറിയേണ്ടതിന് പിശാച് കല്ലെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ നിന്നെ എറിയും, ഇപ്പോൾ നിന്നെ തകർക്കും, ഇപ്പോൾ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കുഞ്ഞ് നീ ഭയപ്പെടരുത്. നിന്റെ കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അവൻ നിന്നെ തകർക്കുമെന്ന് പറയുമ്പോൾ നീ പറയണം, തകർന്നു പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ നിൽക്കുന്നത് വഴുവഴുപ്പിലല്ല, ഞാൻ നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേല. പിശാചേ, നിനക്ക് എൻ്റെ മേലോ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലോ എൻ്റെ കൂട്ടാളി മേലെയോ അവകാശം പറയുവാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ല. മാറ് പിശാചേ എന്ന് പറയുവാൻ നീ തയ്യാറാകുമെങ്കിൽ കുഞ്ഞെ, നീ ആരുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. വാവിട്ട് പൊട്ടിക്കരഞ്ഞ് യേശുവിൻ്റെ കാൽക്കൽ കിടക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് യേശു അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ? നിനക്കാരും ശിക്ഷ തന്നില്ലയോ? വാവിട്ട് കരയുന്ന അവൾ പറഞ്ഞു, ഇല്ല യജമാനനെ, അങ്ങനെയെങ്കിൽ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്ക്, പാപത്തെ മോചിപ്പിക്കാൻ കഴിയുന്നവൻ, പാപത്തുനിന്ന് വീണ്ടെടുത്ത് ശാപത്തുനിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവൻ, രോഗത്തിന് സൗഖ്യം തരാൻ കഴിയുന്നവൻ, 10 രൂപ മുതൽ മുടക്കില്ലാതെ നിന്നെ കരം തന്ന് കൈ പിടിച്ച് ഉയർത്തുവാൻ കഴിവുള്ളവൻ, നീ ഒന്നും കൊടുക്കാതെ നിന്നെ ചേർത്ത് പിടിക്കുന്നവൻ, നീ അറിയാത്ത വഴികൾ നിന്നെ കൊണ്ടുപോയി നിനക്ക് വേണ്ടത് തന്ന് ഉയർത്തുവാൻ കഴിയുന്നവൻ, അവനത്ര നിന്നെ വിളിച്ച യേശു കർത്താവ്. ആ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിയിട്ട് മനുഷ്യൻ പറയുന്ന കേട്ട് നീ പോകാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് നീ ഒന്ന് നിന്നു നോക്കുകയെ. കാലമെത്ര കടന്നു പോയാലും കർത്താവ് വന്ന് നിൻ്റെ കണ്ണുനീര് തുടയ്ക്കും. സ്തോത്രം. ഒന്ന് മനസ്സിലാക്കണമേ. സ്തോത്രം. വിശ്വാസിയായ നീ വിശ്വസിക്കാൻ കഴിയാതെ ലോകം പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന നന്മ നീ പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നത്. കർത്താവ് പറഞ്ഞത് വ്യക്തം
വ്യക്തമായി കേൾക്കണം. നിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് നീ നടക്കാതെ അത് എൻ്റെ മേൽ വയ്ക്കാം. സ്വത്രം, ഞാൻ നിന്നെ പുലർത്തും. ഈ ചെവി കൊണ്ട് കേട്ട് അടുത്ത ചെവിയുടെ കളഞ്ഞിട്ട് പിന്നെയും ഭാരം ചുമന്നുകൊണ്ട് നടക്കുക. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, നിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഭാരമുണ്ടല്ലോ, അതിന് നീ വഹിക്കുവാനല്ല കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ മേൽ വയ്ക്കാനാ പറഞ്ഞത്. എന്തുകൊണ്ടെന്നറിയാമോ? പച്ച പൈന്മരക്കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥാവിൻ്റെ കൊടുമുടിയിലേക്ക് യേശു കർത്താവ് പോകുമ്പോൾ ആ കുരിശിൻ്റെ ഭാരം നിൻ്റെ പാപഭാരമായിരുന്നു. സ്വത്രം, അത് നീ തിരിച്ചറിയാതെ ഇപ്പോഴും നീ പാപഭാരം പേറിക്കൊണ്ട് നടക്കുക. മനുഷ്യൻ്റെ അടുത്ത് ഏറ്റു പറഞ്ഞാൽ, ധൂപക്കൂടുകളുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഏറ്റു പറഞ്ഞാൽ നിൻ്റെ പാപം ക്ഷമിക്കപ്പെടത്തില്ല. പാപത്തിന് പരിഹാരമായവൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന്, അപ്പാ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ്, ഞാൻ കുറവുള്ളവനാണെന്ന് പറഞ്ഞ് നീ ഒന്നും നിന്നെ സ്വയം ഒന്ന് സമ്മതിച്ചു കൊടുത്തു നോക്ക്. നീ ദേശത്തിൽ ഉന്നതനാകും. നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. നീ ഒരു അനുഗ്രഹമായി മാറും. വ്യക്തമായി പറയട്ടെ, സംഖ്യാപുസ്തകം സ്വത്രം 12-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്വത്രം, ദൈവത്തിൻ്റെ ദാസനായ മോശ സ്വത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് നിന്നതുകൊണ്ട് സ്വർഗം അവനോട് കൂടെ നിന്നു. സ്വത്രം, സ്വർഗം അവനോട് കൂടെ നിന്നപ്പോൾ സ്വത്രം അവന് ശത്രുവായ പറവൻ തകർന്നു വീഴുവാനിടയായി. സ്വത്രം, ഇന്ന് പകൽക്കാലം പറയട്ടെ, എൻ്റെ യേശു കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ യേശു കർത്താവ് നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ യേശുവിനോട് കൂടെ നിൽക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ, നീ ആഗ്രഹിക്കുന്നതും നീ പറയുന്നതും സംഭവിക്കും. സ്തോത്രം. പക്ഷേ നിൻ്റെ ഭയമാണ് പലപ്പോഴും നിന്നെ അതിന് പ്രേരിപ്പിക്കാത്തത്. നീ സാഹചര്യങ്ങളെ നോക്കും. സ്തോത്രം. എന്നേക്കാൾ ശക്തിയുള്ളവർ, എന്നേക്കാൾ കഴിവുള്ളവർ, എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, എന്നേക്കാൾ പണമുള്ളവരൊക്കെ എൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ നിവർന്നു നിൽക്കും? കുഞ്ഞെ, പണത്തിനും പ്രതാപത്തിനും കഴിവിനും പ്രശസ്തിക്കും പേരിനുമൊന്നുമല്ല കർത്താവ് വില തന്നത്. സ്വത്രം, നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ മാറ്റാമെന്ന് പറഞ്ഞ വില തന്നത്. അങ്ങനെയാണ് നീ എന്ന് പറയുന്ന വ്യക്തിയെ വിലയുള്ളവനാക്കി തീർത്തവനാ നിന്നോട് പറയുന്നു ഭയപ്പെടേണ്ടെന്ന്. സ്വത്രം. പക്ഷെ നീയോ ആ വില എന്തെന്ന് ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. പല പ്രാവശ്യം നിന്നിൽ രോഗം കടന്നു വന്നു. നിന്നെപ്പോലെ രോഗം കടന്നു വന്നവർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് പല പ്രാവശ്യം കടഭാരം കടന്നു വന്ന്, ആ കടഭാരം കടന്നു വന്നപ്പോൾ നിന്നെപ്പോലുള്ള പലരും ഭയന്ന് ആത്മഹത്യ ചെയ്തു. സ്വത്രം. എന്നാൽ നീ ആത്മഹത്യ ചെയ്യാതെ ഇരുന്നത് നിന്റെ മിടുക്കല്ല. പലവട്ടം നീ അത് ചിന്തിച്ചതാ, പലവട്ടം നാട് വിടാൻ ആഗ്രഹിച്ചതാ, പലവട്ടം എല്ലാവരും വിട്ടച്ച് ഓടിപ്പോകണമെന്ന് ചിന്തിച്ചതാ. പക്ഷെ എന്തുകൊണ്ട് നീ പോയില്ല എന്നറിയാമോ? നിന്നെ കരുതിയ സ്വർഗത്തിലധികം നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നീ നിന്നതാ. അങ്ങനെ ആ നിർത്തിയ ദൈവത്തിന് നീ മഹത്വം കൊടുക്കുക. സ്വത്രം. മക്കളെയല്ല നോക്കേണ്ടത്, ഭർത്താവിനെയല്ല നോക്കേണ്ടത്, അവരെ നോക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആദ്യം നീ നോക്കേണ്ടത് ദൈവത്തെയാ. ആ ദൈവത്തെ നോക്കിയിട്ട് പറയണം, മക്കളെ തന്നത് നീയാ. സ്വത്രം. എനിക്ക് കൂട്ടാളിയെ തന്നത് നീയാ, എനിക്ക് കുടുംബം തന്നത് നീയാ. അങ്ങനെയാണെങ്കിൽ കർത്താവേ, എൻ്റെ കഷ്ടങ്ങൾക്ക് പരിഹാരം തരുവാൻ അങ്ങയ്ക്ക് കഴിയും. ലോകത്തിൽ ആർക്കും എനിക്കുള്ള പ്രശ്നത്തിന് പരിഹാരമാകാൻ കഴിയത്തില്ലെന്ന് നീ സ്വയം സമ്മതിച്ചിട്ട് ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുക്ക്. പ്രമാണിമാരെയല്ല നോക്കേണ്ടത്, പുരോഹിതന്മാരെയല്ല നോക്കേണ്ടത്, പാസ്റ്റർമാരെയല്ല നോക്കേണ്ടത്, സർവശക്തനായ ദൈവത്തെ നോക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് കേട്ട് നീ അനുസരിച്ച് അത് പ്രകാരം നീ യാത്ര ചെയ്യണം. സ്വത്രം. അങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സ്വത്രം മോശയുടെ കൂടെ പുറപ്പായ സഹോദരിയായ മിരിയാമും സ്വത്രം സഹോദരനായ അഹരോനും ഉണ്ടായിരുന്നു. സ്വത്രം. 600,000 ജനത്തെ തങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മന്ന കൊണ്ട് പോറ്റി പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് അവരെ മരുഭൂമിയുടെ നടത്തിക്കൊണ്ട് വരുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അവിടെ വസ്ത്രം പഴകിയില്ല, ചെരുപ്പ് തേഞ്ഞില്ല. സ്വത്രം. അവരറിയാത്ത മന്ന കൊണ്ട് പുലർത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നീ കഴിച്ചതും കുടിച്ചതും സ്വത്രം നീ അനുഭവിച്ച നന്മകളും കുഞ്ഞെ അനേകർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തതാ. സ്വത്രം. അനേകർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തത് നീ ആഗ്രഹിച്ചപ്പോൾ നിനക്ക് ലഭിച്ചത് നീ സേവിക്കുന്ന ദൈവം നിനക്ക് തന്നതാ. അല്ല നിന്റെ കരത്തിലെ പണത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല, നിന്റെ ബുദ്ധിയുടെ വൈഭവം കൊണ്ടല്ല, സർവശക്തനാ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാ. അങ്ങനെ നീ അനുഭവിച്ച നന്മകൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവം നിന്നെ നാൾക്ക് നാൾ ഉയർത്തും.
എന്നാൽ പലപ്പോഴും നീ നിന്നിലേക്കും നിന്നെ നീയാക്കിയ ദൈവത്തിങ്കിലേക്കും നീ നോക്കാറില്ല. നീ നോക്കുന്നത് മനുഷ്യനെയാ, നീ നോക്കുന്നത് പാസ്റ്ററെയാ, നീ നോക്കുന്നത് പ്രവാചകനെയാ, നീ നോക്കുന്നത് പണത്തെയാ, നീ നോക്കുന്നത് ആൾബലത്തെയാ, നീ നോക്കുന്ന സ്ഥാനമാനങ്ങളെയാ. കുഞ്ഞ്, ഇവിടെയൊന്നും നോക്കിയാൽ നിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടത്തില്ല. ഒരു പക്ഷേ അല്പമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ ലഭിക്കും. സ്വത്രം, അത് തീർന്നിട്ട് പിന്നെ നീ അവസാനം കരം നീട്ടി തെണ്ടേണ്ട ഗതികേട് വരും. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം പറയുന്നത്, നിന്നെ ഞാൻ ഒരു നാളും കൈവിടത്തില്ല. നീ കുറഞ്ഞുവെന്ന് കാണുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കലേക്ക് വന്ന് ഞാൻ നിന്നെ നിറയ്ക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണു തുറന്നൊന്ന് കാണണം. സ്വത്രം, നമ്മുടെ അപ്പച്ചന്മാർ, നമ്മുടെ വല്യപ്പച്ചന്മാർ, സ്വത്രം, അവർക്കൊരു നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല. 6, 7, 10 മക്കളുണ്ടായിരുന്നു. സന്ധ്യയുടെ യാമങ്ങൾ പായിട്ട് പാടി പ്രാർത്ഥിച്ച് ദൈവത്തോട് നിലവിളിക്കും. അടുത്ത പ്രഭാതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ എൻ്റെ കരത്തിൽ ഒന്നുമില്ല ദൈവമേ, അവരെ പട്ടിണിക്കിടലേ എന്ന് പറഞ്ഞ് തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് പാട്ടുപാടി ദൈവസ്ഥാനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരപ്പച്ചനും അടുത്ത പ്രഭാതത്തിൽ നിരാശയോടെ നിന്നിട്ടില്ല. അടുത്ത പ്രഭാതത്തിൽ അവർ കണ്ടിട്ടുള്ളത് മരുഭൂമിയിൽ മന്ന പൊഴിച്ചതുപോലെ സ്വർഗം അവർക്ക് വേണ്ടി പുതിയ നന്മകളെ കൊടുക്കും അവർ കണ്ടിട്ടുള്ളത്. ആ വിശ്വാസം അവരെ തലമുറകളിലേക്ക് അവർ പകർന്നു. ആ തലമുറ ആ ദൈവത്തെ ഉയർത്തി. ഇന്ന് നമ്മുടെ തലമുറയോ സ്വത്രം, അയ്യോ, നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും, ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എന്താ ഇന്നത്തെ പിള്ളേർക്ക് കൊമ്പുണ്ടോ? ഇന്നത്തെ അച്ചായന്മാർക്ക് കൊമ്പുണ്ടോ? സ്വത്രം, അല്ലെങ്കിൽ ഇന്നത്തെ അച്ചായന്മാർക്ക് എന്തോ വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അന്നത്തെ അച്ചായന്മാരാണ് ഇന്നത്തെ അച്ചായന്മാർ. സ്വത്രം, അന്നത്തെ ദൈവമക്കൾ പറഞ്ഞാൽ ഇന്നത്തെ ദൈവമക്കൾ. പക്ഷെ അന്നുള്ളവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അവർ ലോകത്തിൽ ആശ്രയിച്ചില്ല. ഇന്നുള്ളവർക്ക് ദൈവത്തിലല്ല വിശ്വാസം, ലോകത്തിലാ വിശ്വാസം. സ്വത്രം, അവർ തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവർ തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, അവിടെ പോയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ പ്രാപിക്കും? കുഞ്ഞേ, നീ നിൻ്റെ ഭവനത്തിനകത്ത് വിശുദ്ധ തിരുവഴുത്തെടുത്ത് അങ്ങോട്ട് വായിച്ചിട്ട് പാട്ടുപാടി നിൻ്റെ മക്കളോട് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് നോക്ക്. നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്ത് ഒരു ദൈവമഹത്വം വെളിപ്പെടുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ കഴിയും. സ്വത്രം, പിറുവിറുപ്പും കുറ്റം പറച്ചിലും പരിഹാസവുമായി മരുഭൂമിയിലൂടെ സ്വത്രം മോശ ജനത്തെ നടത്തുമ്പോൾ സ്വത്രം അഹരോന് ഒരു തോന്നൽ വന്നു, മിരിയാമിന് ഒരു തോന്നൽ വന്നു. സ്വത്രം, ഇവനോട് കൂടെ മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളോ? ഞങ്ങളോടും സംസാരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞാലും ദൈവം കേൾക്കുമല്ലോ. സ്വത്രം, വിശുദ്ധ തിരുവചനം വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്, അവൻ എൻ്റെ മുന്നിൽ നീതിമാനായിരുന്നു. ആര്? മോശ. സ്വത്രം, ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയോടെ നീ നിന്നാൽ നീ ഉയർത്തപ്പെടും. സ്വത്രം, പിറുപിറുപ്പോടെ, സ്വത്രം, പകയും പിണക്കവും വിദ്വേഷവും വെച്ചുകൊണ്ട് നീ എത്ര ദൈവത്തെ പിൻപറ്റുന്നെന്ന് പറഞ്ഞാലും നീ ആഗ്രഹിക്കുന്ന സന്തോഷം നിനക്കുണ്ടാവത്തില്ല. പകരം ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പ്രതിസന്ധി നിന്നെ കടന്നു പിടിച്ച് ഒടുവിൽ നീ മുങ്ങിപ്പോകും. സ്വത്രം, എന്തുകൊണ്ടാണ് അവർ പിറുപിറുക്കേണ്ടി വന്നത്? സ്വത്രം, എന്തുകൊണ്ടാണ് മിരിയാമും അഹരോനും പിറുപിറുത്തത്? സ്വത്രം, അകത്ത് ഭ്യായ് കയറി. സ്വത്രം, അകത്ത് ഭ്യായ് കയറി. സ്വത്രം, അതിൻ്റെ കാരണം സ്വത്രം ജാതി എന്ന് പറഞ്ഞ വെറി, ജാതി വെറി അവരുടെ അകത്ത് വീണു. സ്വത്രം, നമ്മളെല്ലാം പറയും സ്വത്രം, യേശുവിൻ്റെ രക്തത്താൽ ജനിക്കപ്പെട്ടവർക്ക് ജാതിയും മതവും ഒന്നുമില്ലെന്ന്. സ്വത്രം, ഏറ്റവും കൂടുതൽ ജാതി വെറിയുള്ളത് പെന്തിക്കോസുകാർക്കാ, ഏറ്റവും കൂടുതൽ വർണ്ണവിവേചനമുള്ളത് പെന്തിക്കോസുകാർക്കാ, ഏറ്റവും കൂടുതൽ ആളിൻ്റെ വലിപ്പവും ചെറുപ്പവും നോക്കി സ്വത്രം സ്വത്രം ജനത്തെ തരംതിരിക്കുന്ന പെന്തിക്കോസുകാരാ. എന്നാൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നീ വീണ്ടും ജനിക്കണം. നിന്നെ നീയാക്കിയ ദൈവത്തിന് മഹത്വമുള്ളവനും
മഹത്വമുള്ളവളായി നീ മാറിയിട്ട് യേശുവിൻ്റെ രക്തം നിൻ്റെ മേൽ വീഴേണ്ടത് നിന്നെ അങ്ങ് താത്തു കൊടുക്കണം. സ്തോത്രം. നിറം, ജാതി, പണം, കുടുംബം, വിദ്യാഭ്യാസം, സൗന്ദര്യം, കളറ് ഇതൊക്കെ വെച്ചിട്ടാണ് കയറി നിന്ന് തകർത്തങ്ങ് പ്രസംഗിക്കും. സ്തോത്രം. എന്നിട്ടൊരു പാട്ടും കൂടെ പാടും. യേശു നല്ലവൻ, അവൻ വല്ലഭൻ. യേശു പറ, ഞാൻ നിന്നെ അറിയുന്നില്ലടാ മോനെ. സ്തോത്രം. എന്ത് യോഗ്യതയാ നമുക്കുള്ളത്, എന്ത് ശ്രേഷ്ഠതയാ നമുക്കുള്ളത്. സ്തോത്രം. എവിടേക്കോ തകർന്ന് തരിപ്പണമായി പോകേണ്ടിയിരുന്ന നീ ഞാനും ഈ പുസ്തകമെടുത്തത് കൊണ്ട്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് സമൂഹത്തിൽ നീ ഉയർത്തപ്പെട്ടു, സഭയിൽ നീ അംഗീകരിക്കപ്പെട്ടു, ദേശക്കാരുടെ മുമ്പിൽ നിന്റെ തല ഉയർന്നു. എല്ലാ കഷ്ടങ്ങളും, എല്ലാ വേദനകളും, എല്ലാ നിരാശകളും, എല്ലാ ഒറ്റപ്പെടലും അകന്ന്, സ്തോത്രം, നല്ല വീടും നല്ല വണ്ടിയും നല്ല ജീവിത സാഹചര്യവും ഒക്കെ ദൈവം തന്ന് നിറച്ചു കഴിഞ്ഞപ്പോഴാണ്, സ്തോത്രം, മിര്യാമിനെ പോലെ അഹരോനെ പോലെ പിറുപിറുപ്പ് തുടങ്ങിയത്. അതുവരെയും സഹോദരൻ എന്ത് തന്നാലും വാങ്ങിക്കഴിക്കും, ആ വീട്ടിൽ ചെന്ന് സഹോദരി എന്ത് തന്നാലും വാങ്ങിക്കുടിക്കും. സ്തോത്രം. പാസയുടെ കളറ് നോക്കത്തില്ല. സ്തോത്രം. പാസയുടെ പെണ്ണുമ്പിള്ളയുടെ വണ്ണം നോക്കത്തില്ല. സ്തോത്രം. സഭയുടെ അളവ് നോക്കത്തില്ല, സഭയുടെ വലിപ്പം നോക്കത്തില്ല, ചെറുപ്പം നോക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ മഹത്വം കണ്ടാൽ മതി എന്നായിരുന്നു അന്നത്തെയൊക്കെ ആഗ്രഹം. ഇപ്പം ദൈവം നിന്നെ ഉയർത്തി മാനിച്ചപ്പോൾ പാസയുടെ കളർ കൊള്ളത്തില്ല, പാസയുടെ വണ്ടി ചെറുതാ. സ്തോത്രം. അവിടെ കുറച്ച് വിശ്വാസികളെ ഉള്ളൂ, അവിടെ വലിയ ബഹളങ്ങളില്ല, അവിടെ എപ്പോഴും പാട്ടും പ്രാർത്ഥനയേ ഉള്ളൂ, കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി. സ്തോത്രം. നോക്ക്, അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനം ദൈവസന് നിലവിളിച്ചപ്പോൾ, സ്തോത്രം, ദൈവസന് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ നിലവിളി കേട്ടിട്ട്, സ്തോത്രം, ആ അടിമകളുടെ ഇടയിൽ നിന്നാണ് മോശയെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത്. സ്തോത്രം. മറന്നുപോയി, വന്ന വഴികളെല്ലാം മറന്നുപോയി. സ്തോത്രം. ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് പോലും ഒരു ചിന്തയില്ല. സ്തോത്രം. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇടയന്മാരെല്ലാം കവല ഇടയന്മാരായി മാറി. എങ്ങനെയും പണമുണ്ടാക്കാൻ വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിലെ സത്യങ്ങളെ മറച്ചു വെച്ചിട്ട് അനുഗ്രഹം 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 എന്ന് പറഞ്ഞ് മനുഷ്യനെ ഇളക്കി, സ്തോത്രം, അവൻ വലിയവനാവാൻ ശ്രമിക്കുമ്പോൾ യേശു കർത്താവ് പറയും, നിന്നെ ഞാൻ അറിയുന്നില്ലെന്ന്. മിര്യാമിനോട് ചോദിച്ച ചോദ്യമാ, അഹരോനോട് ചോദിച്ച ചോദ്യമാ, എൻ്റെ ദാസന് നേരെ വിരൽ ചൂണ്ടുവാൻ നിങ്ങൾക്ക് ആരവകാശം തന്നത്? സ്തോത്രം. എന്ത് സംഭവിച്ചു എന്നറിയാമോ? സ്തോത്രം. നിൽക്കുന്ന നിപ്പിൽ മിര്യാമിന് കുഷ്ഠം വന്നു. സ്തോത്രം. അഹരോൻ കഷ്ടത്തിൽ ചെന്ന് വീണു. പക്ഷേ പ്രാർത്ഥിക്കുന്ന മോശയ്ക്ക് അത് കണ്ടിട്ട് സഹിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പക്ഷേ തോന്നാം നമ്മുടെ പണത്തിൻ്റെ പ്രൗഢിയാണ് നമ്മൾ നിലനിൽക്കുന്നത്. സ്വത്രം. ഞങ്ങളുടെ ആൾബലത്തിൻ്റെ പവറാണ് ഞങ്ങൾ നിലനിൽക്കുന്ന. സ്വത്രം. ഞങ്ങളുടെ പാസ്റ്ററുടെ കഴിവാണ് ഞങ്ങളായിരിക്കുന്ന. അല്ല കുഞ്ഞെ, ദൈവത്തിൻ്റെ കരുണയാ. സ്വത്രം. പാസ്റ്റർ പ്രത്യേകിച്ച് വലിയ ആളൊന്നുമല്ല, നീയും പ്രത്യേകിച്ച് വലിയ ആളൊന്നുമല്ല. എന്തെങ്കിലും ആണെങ്കിൽ അത് കർത്താവ് ആക്കിയതേ ഉള്ളൂ. സ്വത്രം. നിൻ്റെ കീറുവസ്ത്രത്തിൻ്റെ കാര്യം നീ ഒന്ന് ഓർക്കണം കേട്ടോ. നീ കടന്ന വീടിൻ്റെ അവസ്ഥ നീ ഒന്ന് ഓർക്കണം. സ്വത്രം. ഇന്ന് അതെല്ലാം ആയപ്പം എളിയവനെ ആദരിക്കുവാനോ അവനെ ചേർത്ത് പിടിക്കുവാനോ അവൻ്റെ കൂടെ ഒരു നേരം ആഹാരം കഴിക്കാനോ കഴിവില്ല നിനക്ക്, പറ്റുന്നില്ല നിനക്ക്. പലപ്പോഴും നിൻ്റെ കൂട്ടുവിശ്വാസിയെ കണ്ടിട്ട് നിനക്കൊന്ന് മനസ്സു തുറന്ന് സംസാരിപ്പാൻ നിനക്ക് മനസ്സില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കൃപയിൽ നിന്ന് നീ വീണുപോയി, ദൈവസ്നേഹത്തിൽ നിന്ന് നീ അകന്നു പോയി. ഇപ്പം നിൻ്റെ കൂടെ ദൈവമല്ല ഉള്ളത്, നിൻ്റെ അകത്ത് പിശാച് കയറിയിട്ട് നീ മത്സരവും പിണക്കവുമായി
സഭയ്ക്കകത്ത് വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി സഭയെ തല്ലിപ്പിരിച്ചിട്ട് നീ ജയിച്ചെന്ന് പറഞ്ഞ് നിന്റെ പണത്തിൻ്റെ പ്രൗഢിയിൽ നീ തല ഉയർത്തുമ്പോൾ സ്വർഗം പറയുന്നൊരു കാര്യമുണ്ട്. സ്വത്രം, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന്. ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ലെന്ന്. സ്വത്രം. ഈ നല്ല പകലിൽ പറയട്ടെ, മിരിയാമിൻ്റെ മേൽ കുഷ്ഠം വന്നെങ്കിൽ ഇന്ന് സഭയുടെ മേൽ കഷ്ടം വന്നുകൊണ്ടിരിക്കുക. സ്വത്രം. പലരും ഇന്ന് സഭയ്ക്കകത്ത് കടന്ന് അയ്യം വിളിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ ജീവിത സാഹചര്യങ്ങളുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല പോമറേനിയം പട്ടിയുണ്ട്. സ്വത്രം. നോക്ക്, നല്ല CCTV ക്യാമറയുണ്ട്. പെന്തിക്കോസുകാരാ, നിന്നെ കാക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടെന്ന് നീ പ്രസംഗിച്ചിട്ട് ഇപ്പം നീ നിന്നെ സംരക്ഷിക്കാൻ വിശ്വാസമില്ലാതെ വന്നിട്ട് CCTV ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ശ്വാസം മുട്ടിയിരുന്ന് ചാവാതെ രോഗം പിടിച്ച് മരിച്ചുകൊണ്ടിരിക്കാതെ ഇറങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത്. സ്വത്രം. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരനർത്ഥവും നിനക്ക് വന്നു ഭവിക്കത്തില്ല. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ദീർഘായുസ്സോടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മുടെ മക്കളുമാർ പലപ്പോഴും തോറ്റുപോകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പന്മാരും അമ്മമാരും തോറ്റത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ. സ്വത്രം. അപ്പന്മാരും അമ്മമാരും ദൈവത്തിന് കൊടുക്കണം മഹത്വവും വിലയും കൊടുക്കാതെ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഓടിയപ്പോൾ മക്കൾ വഴിതെറ്റിപ്പോയി. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും ആ അഭ്യസിച്ച വിദ്യ വിട്ടുമാറുകയില്ല. സ്വത്രം. ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, 1 പത്രോസിൻ്റെ ലേഖനം സ്വത്രം നാം ഒന്ന് വായിച്ചാൽ, സ്വത്രം നോക്ക്, തള്ളിപ്പറഞ്ഞ പത്രോസ്. സ്വത്രം. 1 പത്രോസ് 3-ാം അധ്യായം താഴോട്ട് വായിച്ചാൽ കാണാൻ കഴിയും. സ്വത്രം. 3 വട്ടം. സ്വത്രം. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ സ്വത്രം കാണുന്നതാണ്. സ്വത്രം. 3 വട്ടം സ്വത്രം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. സ്വത്രം. കുറ്റബോധം അവനെ കടന്നു പിടിച്ചപ്പോൾ അവൻ മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. അയ്യോ, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ അരുമനാഥനെ ഞാൻ ഒറ്റുകൊടുത്തു. സ്വത്രം. അവൻ്റെ കുറ്റബോധം അവനിലേക്ക് വന്നപ്പോൾ സ്വർഗം അവനെ ചേർത്ത് പിടിച്ചു. ഇന്ന് രാത്രികാലം കുഞ്ഞ് ഈ ലോകത്തിൽ വലിയ വീട് വെച്ചില്ലെങ്കിലും, ഈ ലോകത്തിൽ വലിയ വണ്ടി വാങ്ങിയില്ലെങ്കിലും, ഈ ലോകത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിലും, ആരും നിന്നെ സ്നേഹിക്കാനില്ലെങ്കിലും, നിന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് നിന്നെ അന്ത്യത്തോളം വഴി നടത്താമെന്ന് പറഞ്ഞ യേശു നിൻ്റെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കുമെങ്കിൽ അവൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല. ആരൊക്കെ നിന്നെ വിടക്കെണ്ണിയാലും സ്വർഗം നിന്നെ തള്ളിക്കളയത്തില്ല. കാരണം എൻ്റെ കർത്താവ് നിന്നോട് ചെയ്ത വാഗ്ദത്തം മാറുവാൻ അവൻ പോഷത്വമല്ല പറഞ്ഞത്, അവൻ സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ നാമം നിമിത്തം എന്തൊക്കെ നീ വിട്ടിട്ട് വന്നിട്ടുണ്ടോ അതിന് 100 മടങ്ങ് ഭൂമിയിൽ സ്വർഗത്തിൽ തന്ന് നിന്നെ നിറയ്ക്കാതെ ഞാൻ നിന്നെ ഭൂമിയിൽ നിന്ന് എടുക്കുകയില്ല. സ്വത്രം. എത്രയോ പ്രാവശ്യം എത്രയോ ദൈവദാസന്മാർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു. എന്നാൽ അത് കേട്ടനുസരിച്ചവർ, അത് കേട്ട് അത് പ്രകാരം നടന്നവർ, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ, അവർക്ക് പറയാൻ കഴിയും, സ്വത്രം, അവനെനിക്ക് ദോഷമൊന്നും ചെയ്തില്ല, ഇന്നയോളം അവനെനിക്ക് നല്ലവനായിരുന്നു. ഒരുപാട് സഹോദരങ്ങൾ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. വിളിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും പെന്തിക്കോസ്തുകാരാണ്. സ്വത്രം. അവർ വിളിച്ചിട്ട് പറയുന്ന സങ്കട കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. സ്വത്രം. ഒരു അനർത്ഥവും നിനക്ക് വരുത്തുകയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞത് വർഷങ്ങളായി കേട്ടിട്ടും കർത്താവിൽ വിശ്വസിക്കാൻ കഴിയാതെ ഭർത്താവ് പറയുന്നത് കേട്ട്, ഭാര്യ പറയുന്നത് കേട്ട്, നാട്ടുകാർ പറയുന്നത് കേട്ട്, എവിടെയെങ്കിലും കിടക്കുന്ന ലോട്ടിലൊടുക്ക് പ്രവാചകനെന്ന് പറയുന്ന കേട്ടിട്ട് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവവചനത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുത്തിയിട്ട് ലോകത്തിൻ്റെ പിന്നാലെ നീ ഓടുന്നത് കൊണ്ടാണ് കുഞ്ഞെ നീ തോറ്റുപോകുന്നത്. നിന്റെ സന്തതി തോറ്റുപോകുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് വ്യക്തമായി കേൾക്കണമേ. നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും.
നേരുള്ളവരെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ വളഞ്ഞ വഴി പോയാൽ നിൻ്റെ മക്കളും വളഞ്ഞു പോയിക്കൊണ്ടിരിക്കും. നീ ദൈവത്തിൻ്റെ വചനം പറയുന്ന വഴിയെ നീ യാത്ര ചെയ്താൽ ഇന്നൊരുത്തിരി കഷ്ടമാണെങ്കിലും, ഇന്നൊരുത്തിരി ഭാരമാണെങ്കിലും, ഇന്നൊരുത്തിരി നിന്നയാണെങ്കിലും നാളെ അതെല്ലാം മാറി സന്തോഷത്തോടെ നീയും നിൻ്റെ സന്തതിയും യാത്ര ചെയ്യും. അങ്ങനെ ഒരു ദിവസം സ്വർഗം നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനാ ജീവിക്കുമെന്ന് പറയാൻ നീ തയ്യാറാകുമെങ്കിൽ ആരുടെ മുമ്പിൽ തലകുനിച്ച് നീ നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. പത്രോസ് തലകുനിക്കേണ്ടി വന്നത് ദൈവം പറഞ്ഞത്, യേശുക്രിസ്തു പറഞ്ഞത് കേൾക്കാതെ പോയതുകൊണ്ടാണ്. സ്വത്രം. ഒടുവിൽ യേശു പറഞ്ഞത് സംഭവിച്ചു. സ്വത്രം. യേശു പറഞ്ഞത് സംഭവിച്ചു. നീ എന്നെ ഇന്ന് രാത്രി വെളുക്കുന്നതിന് മുമ്പ് 3 വട്ടം തള്ളിപ്പറയും. സ്വത്രം. വ്യക്തമായി വിശുദ്ധ തിരുവെഴുത്തിലിരിക്കുന്നു. തള്ളിപ്പറഞ്ഞു എന്നുള്ളതിന് തെളിവായി നീ പറഞ്ഞു കഴിയുമ്പോൾ കോഴി കൂവും. സ്വത്രം. കോഴിക്കൂവി അവന് സത്യം മനസ്സിലായി. എന്നെ രക്ഷിപ്പാൻ വന്നവൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയെ അറിയുന്നവൻ, എന്നെ മുറ്റുമായി അറിയുന്നവൻ, അവൻ എന്നോട് പറഞ്ഞത് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ പോയിട്ട് വേഗം വരും, എന്നെ ചേർക്കുവാനെന്ന് പറഞ്ഞത് സംഭവിക്കും. അതുകൊണ്ട് സ്വത്രം ഈ ലോകത്തിൻ്റെ മായച്ചന്തയിൽ വീണു പോകാതെ ദൈവത്തിൻ്റെ വചനപ്രകാരം എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട് അവൻ മൂലം ലോകത്തുള്ള സകല മനുഷ്യരും യേശുവിന് മഹത്വം കൊടുപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ നീ ഒരു ശവമാകുഞ്ഞേ. വാരിക്കൂട്ടി 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 വയ്ക്കുമ്പം എത്രയോ പാപത്തുങ്ങൾ സ്വത്രം ദൈവസന്നിധി വന്നിരുന്ന് പൊട്ടിക്കരയുന്നുണ്ടെന്ന് നീയും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. സ്വത്രം. അനേക സഹോദരങ്ങൾ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിന്ന് കുഞ്ഞിന് പഠിക്കാൻ ഫീസില്ല, വീട്ടിൽ പട്ടിണിയാണ്, വീട്ടിൽ അച്ചായന് രോഗമാണ്, സാമ്പത്തികമായി പ്രതിസന്ധിയാണെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് അത് കേട്ടില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് ധനാട്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. സ്വത്രം. സ്വത്രം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. സ്വത്രം. എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. സ്വത്രം. മുഖം നോക്കി, ആൾ നോക്കി, നിറം നോക്കി, സാഹചര്യങ്ങൾ നോക്കി കൈ നീട്ടി സഹായിക്കുന്നവർ. സ്വത്രം. എന്നാൽ പറയട്ടെ, മുഖം നോക്കാതെ, ആൾ നോക്കാതെ, സാഹചര്യം നോക്കാതെ, കളറ് നോക്കാതെ, ജാതി നോക്കാതെ ന്യായപാലനം നടത്തുന്ന ഒരു ന്യായാധിപനെയാ നീയും ഞാനും ആരാധിക്കുന്നത്. ആ ന്യായാധിപൻ നിനക്കെതിരെയല്ല നിൽക്കുന്നത്, നിനക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആ ന്യായാധിപൻ നിനക്ക് അനുകൂലമായി നിൽക്കുന്നിടത്തോളം ആ ന്യായാധിപനോട് കൂടെ നീ നിൽക്കാൻ ശ്രമിക്കുക. സകല ന്യായത്തെ ലോകത്തുള്ള സകല മനുഷ്യരും മറിച്ച് കളഞ്ഞാലും നിനക്ക് ഇവിടുന്ന് ന്യായം നടത്തി തരുവാൻ അവൻ അന്ത്യത്തോളം നിൻ്റെ കൂടെ നിൽക്കും. നിൻ്റെ സന്തതി ഒരിക്കലും ലോകയുടെ മുമ്പിൽ തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഒരു അനുഗ്രഹമാകുമെന്ന് അബ്രഹാം പിതാവിനോട് സ്വർഗം പറഞ്ഞതുപോലെ നീ ഒരു അനുഗ്രഹമായി മാറും. ലോകം നിന്നെ അംഗീകരിക്കും, മനുഷ്യൻ നിന്നെ ചേർത്ത് പിടിക്കും, നിന്റെ സ്നേഹം അനുഭവിക്കാനായി അനേകർ നിന്നെ തേടി വരും. കുഞ്ഞെ, ഇന്നൊരു പക്ഷെ നീ തനിച്ചായിരിക്കും. ഇന്നൊരു പക്ഷെ നിന്റെ മാതാപിതാക്കൾ നിന്നെ വെറുക്കുന്നുണ്ടായിരിക്കും. നിൻ്റെ സ്നേഹിതർ നിന്നെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കും. നിൻ്റെ ബന്ധുക്കാർ നിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല, നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, നിനക്ക് ബുദ്ധിയില്ല, കഴിവില്ല എന്ന് പറഞ്ഞ് നിൻ്റെ സഹോദരങ്ങൾ നിന്നെ അകറ്റി നിർത്തുന്നുണ്ടായിരിക്കും. എന്നാൽ നീ ആശ്രയിച്ചത് ജീവനുള്ള ദൈവത്തെയാണെങ്കിൽ, സ്വത്രം, നീ ചേർത്ത് പിടിച്ചത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണെങ്കിൽ, നീ അത് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പന അനുസരിച്ച് നീ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, കുഞ്ഞെ, നീ തോൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്,
ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും അവിടെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കുമെന്ന്. കുഞ്ഞൊരു പൊട്ടനെ പോലെ, ഒരു പോഷനെ പോലെ നീ ആ കർത്താവിലൊന്ന് വിശ്വസിക്കുക, ആ വചനത്തിലൊന്ന് വിശ്വസിക്കുക. മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, റോമാ സാമ്രാജ്യത്തിൻ്റെ ഇമ്പീരിയൽ മുദ്ര പൊട്ടിച്ച് കല്ലറയിൽ നിന്ന് വെളിയിൽ വന്ന് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് സ്വർഗോന്നതങ്ങളിലേക്ക് പോയ കർത്താവ് നിന്നോട് ചെയ്ത വാഗ്ദത്തം അത് നിവർത്തിക്കും. അത് താമസിക്കില്ല, അത് വരിക തന്നെ ചെയ്യും. അത് വന്ന് നീ ആഗ്രഹിച്ച ശുഭഭാവി, നീ ആഗ്രഹിച്ച നന്മ, നീ ആഗ്രഹിച്ച നിന്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച, നീ ആഗ്രഹിച്ച നിന്റെ ഭവനത്തിൻ്റെ ഉയർച്ച, നീ ആഗ്രഹിച്ച നിന്റെ സാമ്പത്തിക ഉയർച്ച തന്നു നിറപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ലോകത്തിലെ മനുഷ്യൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നീ അങ്ങോട്ട് പോകല്ലേ. ലോകത്തിലെ മനുഷ്യൻ കാണിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും കണ്ടിട്ട് ന്യായം വിധിക്കാൻ പോവല്ലേ. ന്യായം വിധിക്കുന്ന സ്വർഗത്തിലെയും തക്ക സമയത്ത് ന്യായം വിധിക്കും. നീയോ മിണ്ടാതെ ഇരുന്ന് ദൈവമെന്നറിയാൻ തയ്യാറുണ്ടെങ്കിൽ അവൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുമ്പോൾ ലോകത്തിൽ ഉന്നതൻ നീയായി മാറും. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, സ്വത്രം മോശ തൻ്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ദൈവസനം നിലവിളിച്ചപ്പോൾ സ്വർഗം ആ നിലവിളി നീതിയായി കണക്കിട്ടെങ്കിൽ സ്വത്രം ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നിൻ്റെ കൂട്ടാളിക്ക് വേണ്ടി, നിൻ്റെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി നീ നിലവിളിച്ചു തുടങ്ങ്. സ്വത്രം എൻ്റെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല കേട്ടോ. എൻ്റെ കർത്താവ് ഇന്നലെ നീ ചെയ്ത പാപത്തിൻ്റെ കണക്കെടുത്ത് വെച്ചിട്ട് നിൻ്റെ നന്മയെ മുടക്കത്തില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞു പോയ തെറ്റുകളെ ഓർത്തിട്ട് നിന്നോട് കണക്ക് പറയത്തില്ല. നീ അനുതപിച്ച് കരഞ്ഞ നിമിഷം, നീ പ്രാർത്ഥിച്ച നിമിഷം, ദൈവത്തോട് മാപ്പരുന്ന ദിവസം നിമിഷം സ്വർഗം നിന്റെ പാപങ്ങളെ കഴുകി. കാരണം എന്തെന്നറിയാമോ? നീ കൊടുത്ത വില കർത്താവിന് വേണ്ടിയാ. സ്വത്രം നീ 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 നിന്നത് കർത്താവിന് വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ നിന്നെ ഒരിക്കലും തള്ളിയിട്ട് ശത്രു കൊല്ലുവാൻ വിട്ടുകൊടുക്കത്തില്ല. ഒന്ന് മനസ്സിലാക്കണേ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ വല്യപ്പച്ചന്മാർ യേശുവിനെ ഉയർത്തിയത് കൊണ്ട് യേശു അവരെ ഉയർത്തി. സ്വത്രം അവരെ ഉയർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്, കുറേ പണം കൊടുത്ത് അങ്ങ് ഉയർത്തിയെന്നല്ല. സ്വത്രം പണം എല്ലാറ്റിൻ്റെ പിന്നിൽ ആവശ്യമാണ്. പണമില്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. പക്ഷെ പണത്തേക്കാൾ കൂടുതൽ കൃപയിൽ അവരെ ഉയർത്തി. അവരുടെ സന്തതി ഒരിക്കലും ഒരു ജോലിക്ക് വേണ്ടി എരന്ന് നടന്നിട്ടില്ല. സ്വത്രം അവരുടെ സന്തതി ആരുടെയും കത്തിത്തുമ്പിൽ ചെന്ന് വീണിട്ടില്ല. അവരുടെ സന്തതി ഒരിക്കലും പാസയുടെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചിട്ടില്ല. അവൻ്റെ സന്തതി ഒരിക്കലും പട്ടണത്തിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ടില്ല. സ്വത്രം അവൻ്റെ സന്തതി ഒരിക്കലും മയക്കുമരുന്നിന് അടിമയായിട്ട് അപ്പനും അമ്മയും കുത്തിയിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. കാരണം സ്വർഗം അവരെ നയിച്ചു. സ്വത്രം ആ കുഞ്ഞുങ്ങളെ സ്വർഗം എത്തിക്കേണ്ട സമയത്ത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. എന്നാൽ നിന്റെ സന്തതിയോ ഇപ്പം പലപ്പോഴും കേൾക്കുന്ന ഒരു ഫോൺ കോളുണ്ട്, എൻ്റെ പൊന്നു പാസ്റ്ററേ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ മോൻ ശരിയാവുന്നില്ല, എൻ്റെ മോള് ശരിയാവുന്നില്ല. എന്തുകൊണ്ടാ ശരിയാവാത്തത്? ആദ്യം നീ അങ്ങ് ശരിയാവണം. സ്വത്രം ആദ്യം നീ അങ്ങ് ശരിയായ നിൻ്റെ മോനും ശരിയാവും, നിൻ്റെ മോളും ശരിയാവും, നിൻ്റെ കൂട്ടാളി ശരിയാവും. പക്ഷെ നീയോ സ്വത്രം നീ മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ, സ്വത്രം നീ മറ്റുള്ളവരെ പഴിക്കുമ്പോൾ, നീ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുമ്പോൾ അത് തിരിച്ച് കിട്ടുമെന്ന് പലപ്പോഴും നീ അറിയാറില്ല. എന്നാൽ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന എങ്ങനെ? നീ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. നന്മ ചെയ്യുന്നവനോട് കൂടെ ഇരിക്കും, തിന്മ ചെയ്യുന്നവനോടും കൂടെ ഇരിക്കും. സ്വത്രം നന്മയ്ക്കും കൂലി കിട്ടും, തിന്മയ്ക്കും കൂലി കിട്ടും. അതുകൊണ്ട് തിന്മയ്ക്ക് കൂലി കിട്ടുന്നത് ഭയാനകമാണ്, എന്നാൽ നന്മയ്ക്ക് കൂലി കിട്ടിയാൽ അത് നിത്യ സന്തോഷമാണ്. ഏത് വേണമെന്ന് ഇന്ന് രാത്രികാലം തിരഞ്ഞെടുക്ക്. സ്വത്രം അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിക്കുവാനായി ഞാൻ കാത്തിരിക്കുക. സ്വത്രം ഈ നല്ല സന്ധ്യയുടെ യാമത്തിൽ വ്യക്തമായി പറയട്ടെ, നാം അധികമൊന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ രക്ഷകൻ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ രക്ഷകൻ ഇഷ്ടമല്ലാത്തത് ഞാൻ ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്തിട്ട് ദൈവത്തോട് കൂടെ നീ ഒന്ന് നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ കൂട്ടുകാരിൽ പരമായും ദൈവം നിന്നെ നിറയ്ക്കും.
സ്വത്രം. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടുപോകുന്ന ദൈവം നിനക്കൊരാപത്തും വരുത്താതെ നിന്നെ മടക്കിക്കൊണ്ടുവരും. സ്വത്രം. നിൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവൻ്റെ സന്തതി ഒരിക്കലും ലോകത്തിൽ ഒരു പാഴ്ജന്മമായി മാറത്തില്ല. എന്നാൽ ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, അനേക കുടുംബങ്ങൾ, ദൈവമക്കളുടെ കുടുംബങ്ങളിൽ സ്വത്രം കുഞ്ഞുങ്ങൾ വഴിതെറ്റി പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മാതാപിതാക്കളെ ഭയമില്ല, ദൈവത്തെ ഭയമില്ല, ദൈവദാസനെ ഭയമില്ല, ദൈവസഭയിൽ പോകത്തില്ല. എന്നിട്ട് വിളിക്കും, പാസ്റ്ററെ, പ്രവാചക, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോ. സ്വത്രം. ഒരുപാട് കള്ളപ്രവാചകന്മാരുണ്ട്. സ്വത്രം. പക്ഷെ ആ പ്രവാചകന്മാരെ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം കിട്ടും, ഇപ്പം പ്രാപിക്കും, ഇപ്പം അമേരിക്കയിൽ പോകും, ഇപ്പം പേർഷ്യയിൽ പോകും, ഇപ്പം നിൻ്റെ രോഗം മാറി. എവിടെ? അവസാനമുള്ള കാശം മാച്ചോട്ട് പോവും. ഇന്ന് സന്ധ്യങ്കിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്. സ്വത്രം. ഒരു പാവപ്പെട്ട സഹോദരി ചങ്ക് പൊട്ടിക്കൊണ്ടൊരു പ്രാർത്ഥനാ വിഷയത്തിന് വിളിച്ചപ്പം മറുപടി അവിടുന്ന് ഗൂഗിൾ പേ നമ്പറാണ് കിട്ടിയത്. സ്വത്രം. ഇട്ട് മൂടാൻ സ്വത്തുണ്ടായിട്ട് പോലും ദ്രവ്യാഗ്രഹം തീർന്നിട്ടില്ല. സ്വത്രം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു എന്ന് വിശുദ്ധ തിരുവഴുത്ത് പറഞ്ഞെങ്കിൽ, സ്വത്രം. കുഞ്ഞേ, രോഗിക്ക് വൈദ്യൻ ആവശ്യമാണ്. പക്ഷെ സർവശക്തനായ വൈദ്യൻ നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഏത് വൈദ്യൻ മരുന്ന് ചെയ്താലും നീ രക്ഷപ്പെടത്തില്ല. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, സ്വത്രം. പാപം ക്ഷമിപ്പാൻ മനസ്സുള്ള യേശുവിൻ്റെ സന്നിധി ചെന്നിട്ട്, സ്വത്രം, നീ നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്ക്. ലോകം മുഴുവനും, ഒരു രാജ്യത്തുള്ള സഹോദരങ്ങൾ മുഴുവനും, ന്യായശാസ്ത്രിമാരും പ്രമാണിമാരും പുരോഹിതന്മാരും ഒരുമിച്ച് പാപം ചെയ്ത സ്ത്രീയെ യേശുവിൻ്റെ അടുക്ക പിടിച്ചുകൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ നീതിമാനായ ദൈവം നീതിയായി ന്യായം വിധിച്ചത് കണ്ട് ആ കുറ്റം വിധിച്ചവർ മാനസാന്തരപ്പെട്ട് പിൻവാങ്ങിയെങ്കിൽ നിൻ്റെ പാപങ്ങളും നിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളും നിൻ്റെ പ്രവർത്തി ദോഷങ്ങളും ഒന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് വചനം എന്തു പറയുന്നുവോ അത് പ്രകാരം മനസ്സ് പുതുക്കി മാനസാന്തരപ്പെട്ട് ദൈവത്തിന് മഹത്വമുള്ളവനും മഹത്വമുള്ളവളായി നീ മാറിയാൽ, സങ്കീർത്തനം 91:10-11 പറയുന്നത് നിനക്ക് കാണാൻ കഴിയും. സങ്കീർത്തനം 91:10-11. ഈ നല്ല രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട വാക്കുകൾ മൂലം ആ വാക്യമെടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വചനങ്ങളാൽ സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.